മുഖ്യ തള്ളുകാരൻ, അതായത് ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ ശ്രീ സുരേന്ദ്രൻ സാർ. അതാണ് തള്ളു ബോസ് എന്ന ഒരു സാറ്റയർ പ്രോഗ്രാമിൻ്റെ ലൊക്കേഷൻ വേളയിലാണ്. അതിൻ്റെ ഷൂട്ടിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. തള്ളു ബോസ് എന്ന സാറ്റയർ പ്രോഗ്രാമിൻ്റെ ആർട്ടിസ്റ്റുകളാണ് ഇവിടെ നിൽക്കുന്നത്. അതിൽ ഒരു പ്രധാന റോൾ ചെയ്തിരിക്കുന്ന ചേട്ടനാണ്. നമുക്ക് പരിചയപ്പെടാം. ചേട്ടാ, എന്താണ് പേര്? ഹായ്, എൻ്റെ പേര് ജോസഫ്. ഈ തള്ളു ബോസ് എന്ന പ്രോഗ്രാമിലേക്ക് എത്തപ്പെട്ടത് എങ്ങനെയാണ്? ഈ തള്ളു ബോസിന്റെ ഡയറക്ടർ സാറേ, നമ്മുടെ ഒരു സുരേന്ദ്രൻ സാർ. സുരേന്ദ്രൻ സാറ്. അങ്ങനെയാണ് ഞാനും ഇതിൽ എത്തപ്പെട്ടത്. എന്താണ് ഇതിന്റെ സബ്ജക്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ട? സബ്ജക്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു. കോമഡിയാണല്ലേ? കോമഡിയാണ്. ഉഗ്രൻ. എന്തായാലും അതിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ശേഷം കാണാം. എല്ലാം ടി വിയിൽ കാണാം. പിന്നെ അടുത്ത ഇതിന്റെ പ്രധാന റോൾ ചെയ്തിരിക്കുന്നത് പേരെന്താണ്? ശാന്തികൃഷ്ണ. സ്ഥലം എവിടെയാണ്? മുമ്പ് ഏതെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? സിനിമ, സീരിയൽ അങ്ങനെ എന്തെങ്കിലും? ആദ്യമായിട്ടാണല്ലേ? സംവിധായകന്റെ ഭാഗത്ത് നിന്നൊക്കെ എങ്ങനെയൊക്കെ ഉണ്ട്? നല്ല അനുഭവമാണോ? എന്റെ സബ്ജക്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടാ? ഓക്കെ, എന്തായാലും താങ്ക് യു. വരുമ്പോൾ കാണാം. ഓക്കെ, താങ്ക് യു. അടുത്ത നമ്മളിതിൽ മെയിൻ ഒരു റോൾ ചെയ്തിരിക്കുന്ന ശ്രീ വിനോദ് വി നായർ. ഇത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല, ഒരുപാട് സിനിമ, സീരിയൽ ഇതിലൊക്കെ മെയിൻ റോൾ, ഒരുപാട് റോളുകൾ ചെയ്ത ആളാണ് വിനോദ് വി നായർ. ഒരുപാട് ഷോർട്ട് ഫിലിമൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇതിലേക്ക് എത്തപ്പെട്ടത്? തള്ളു ബോസ് എന്ന പ്രോഗ്രാമിലേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടത്? സുരേന്ദ്രൻ ചേട്ടൻ എൻ്റെ ഒരു വർഷങ്ങളോട്ടുള്ള ഫ്രണ്ടാണ്. പുള്ളിക്കാരൻ്റെ ഒരു സംരംഭത്തിൽ അഭിനയിക്കണമെന്ന് ഒരുപാട് ആളുകൊണ്ട് ആഗ്രഹമായിരുന്നു. പുള്ളി എനിക്ക് പറ്റിയൊരു സംഭവം വന്നപ്പോൾ പുള്ളി എന്നെ വിളിച്ചു. പുള്ളി നമ്മളെ കുറേ തള്ളു കൂടുതലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പുള്ളി ഏറ്റവും കൂടുതൽ തള്ളുന്ന ആൾക്കാരെ നോക്കി സെലക്ട് ചെയ്ത് നമുക്കൊരു വേഷം തന്നു. ഓക്കെ, എന്തായാലും നമുക്ക് കഴിഞ്ഞ് കാണാം. ഓക്കെ, ചേട്ടാ, ഇതിലൊരു നല്ല റോള് ചെയ്യുന്നത് കേട്ട് എങ്ങനെയാണ് ഇതിലേക്ക് എത്തപ്പെട്ടത്? പറയൂ. എത്തപ്പെട്ടത് സുരേന്ദ്രൻ സാറും നല്ലൊരു സുഹൃത്താണ്. അവൻ ചെയ്യുന്ന കണ്ട് സംസാരിച്ചു, അങ്ങനെ എത്തിയതാണ്. എന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്തിട്ടുണ്ട്. പേര് പറഞ്ഞില്ല? പേര് എൻ്റെ പേര് സതീഷ്. സ്ഥലം വാഹനം തന്നെ. ഓക്കെ, മുമ്പ് ഏതെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ്, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഓക്കെ, ഇതിന്റെ മെയിൻ ലീഡ് റോൾ ചെയ്തിരിക്കുന്ന ചേട്ടൻ പേരെന്താണ്? എൻ്റെ പേര് ലിബു കൃഷ്ണ. സ്ഥലം എവിടെയാണ്? കൊല്ലം വെളിച്ചിക്കാല എന്ന് പറയുന്ന സ്ഥലം. മുമ്പ് ഏതൊക്കെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്? കുറച്ച് 1-2 ഷോർട്ട് ഫിലിമുകൾ ചെയ്തു, പിന്നെ 2-3 സിനിമ ചെയ്തു. പിന്നെ ഇപ്പം പുതിയൊരു പടത്തിൻ്റെ വർക്ക് ഇന്നലെ കഴിഞ്ഞു. ഇപ്പം 2 വരാനിരിക്കുന്നു. അപ്പോൾ ഈ തള്ളു ബോസ് എന്ന സാറ്റയർ പ്രോഗ്രാമിലേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടത്? ഇതിനകത്ത് എത്തപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ടർ സുരേന്ദ്രൻ സാർ നമ്മുടെ ഫ്രണ്ടാണ്. പിന്നെ ഗ്രൂപ്പ് വഴിയാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ആക്ടേഴ്സിൻ്റെ തന്നെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലൂടെ ഒരു മെസ്സേജ് വന്നു. അപ്പം താല്പര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വിളിച്ചു വന്നു. വളരെ മനോഹരമായിട്ട് നമ്മൾ ആർട്ടിസ്റ്റുകളും എല്ലാവരും കോർഡിനേറ്റ് ചെയ്തു. എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. എസ്പെഷ്യലി സുരേന്ദ്രൻ സാറ് വളരെ മനോഹരമായിട്ട് തന്നെ എല്ലാം ചെയ്തു. സബ്ജക്റ്റ് എല്ലാം സാറ്റയർ പ്രോഗ്രാമാണ് അല്ലേ? സാറ്റയറിക്കലാണ്. ഇപ്പോൾ മെയിനായിട്ടുള്ളൊരു ചാനൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ സാറ്റയറിക്കലായിട്ടുള്ള ഒരു അവതരണം വളരെ കോമഡി രീതി അനുസരിച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ് കാണാം. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട ഒരു തള്ള് കഥാപാത്രം ചെയ്തിരിക്കുന്നത് നമ്മുടെ ചേട്ടാ പേരെന്താണ് പറയുന്നത്? ശ്രീലാൽ. കൊല്ലമാണ് സ്ഥലം. മുമ്പ് സിനിമ, സീരിയൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 3 സിനിമ ചെയ്തിട്ടുണ്ട്. 4-5 ഷോർട്ട് ഫിലിം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തള്ളു ബോസിലേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടത്? തള്ളു ബോസിൽ എത്തിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്ടർ സാറ് സുരേന്ദ്ര സാറുമായിട്ടുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലൂടെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടതും. പിന്നെ ഇതിനൊക്കെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, സഹകരിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നമ്മുടെ ലിബു കൊല്ലമാണ് വിളിച്ചുകല, ഞങ്ങൾ രണ്ടുകൂടാണ് പ്ലാൻ ചെയ്ത് വന്നത്. അന്ന് സംഭവം കൊള്ളാം, നല്ല സെറ്റപ്പ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നപ്പോൾ കിട്ടിയത്. പക്ഷേ കൊള്ളാം, നല്ലൊരു. ഓക്കെ, താങ്ക് യു. എന്തായാലും എൻ്റെ പേര് സനിൽ രാജ്. ഏതാ ചാനൽ? ഏതാ ചാനൽ? സനിൽ മീഡിയ. എന്തായാലും നിങ്ങളെ കൂട്ടാൻ വിജയിക്കട്ടെ എന്ന്. ഇതിൻ്റെ മെയിൻ ആള് എന്ന് വെച്ചാൽ DOPയും എഡിറ്റിങ്ങും കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ നെടുമങ്ങാടുള്ള അംജിത് ഖാൻ അല്ലേ? അംജിത്ത് നെടുമങ്ങാട്. ചേട്ടാ, എങ്ങനെയാണ് ഇതിലേക്ക് എത്തപ്പെട്ടത്? ഞാൻ സുരേന്ദ്രൻ സാറിന് ഞാൻ ഗ്രൂപ്പ് വഴി പരിചയപ്പെട്ടു. പുള്ളിനൊരു ഐഡിയ പറഞ്ഞു, നമുക്ക് എല്ലാവരും ചേർന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ക്യാമറ കൈകാര്യം ചെയ്യുന്നുണ്ട്, ഇതിനെ അഭിനയിക്കാനാണ്, ഒരുമിച്ച് കൂടാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് ക്യാമറയിൽ തന്നെ നമുക്ക് മനോഹരമായി ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് നമ്മൾ ഒത്തുകൂടിയതാണ്. എന്തായാലും നല്ലൊരു അനുഭവമാണ് ഇവിടെ. നല്ല സഹകരണമാണ്, നല്ല ലൊക്കേഷനൊക്കെ ഇഷ്ടപ്പെട്ടു. എങ്ങനെ സംവിധായകൻ സുരേന്ദ്രൻ സാർ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ നേരിട്ട് ഇപ്പോൾ തന്നെയാണ് കാണുന്നത്, ഞാൻ ഗ്രൂപ്പ് വഴി കണ്ടിട്ടുള്ളൂ. അപ്പോൾ നേരിട്ട് കണ്ടു, നല്ല ഒരുപാട് നാളത്തെ പരിചയം പോലത്തെ ഒരു ഫീലായിരുന്നു.
ഫീൽ ആയി. എല്ലാവരുമായിട്ട് നല്ലൊരു അടുപ്പം ഉണ്ടായി. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്യാൻ തന്നെ നമ്മൾ തീരുമാനിക്കുകയും ചെയ്യും. ഓക്കെ, നല്ലതായിരിക്കും. എന്തായാലും നിങ്ങളെ സംരംഭം വിജയിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇത്രയും നേരം നമ്മളെല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇദ്ദേഹമാണ്. ഇദ്ദേഹവും ഇതിൽ വളരെ മനോഹരമായ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. നല്ല റൈറ്ററാണ്, നല്ലൊരു ആക്ടറാണ്. എന്താണ് പേര്? സനിൽ രാജ്. സനിൽരാജ് എവിടെ സ്ഥലം? സ്ഥലം വെഞ്ഞാൽ അവിടെയാണ്. അപ്പം ഞങ്ങളെ കൂടെ ഇങ്ങനെ വന്ന് ഹെൽപ്പ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. എങ്ങനെയുണ്ട് സുരേന്ദ്രൻ സാറിന്? സുരേന്ദ്രൻ സാർ നല്ല, നമുക്ക് മുമ്പേ നല്ല പല പരിചയമുണ്ട്. നല്ല ഒരു വ്യക്തിത്വമാണ്, നല്ല കഴിവുള്ള ഒരു ഡയറക്ടറാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹവും ഇതിനകത്തൊരു വേഷം ചെയ്തിട്ടുണ്ട്, അത് പറയാൻ മറന്നുപോയി. ഓക്കെ, താങ്ക് യു. മുഖ്യ തള്ളുകാരൻ, അതായത് ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ ശ്രീ സുരേന്ദ്രൻ സാർ, അതാണ് അദ്ദേഹമാണ് ഇതിൻ്റെ സംവിധായകൻ സുരേന്ദ്രൻ സാറിനെ നമുക്ക് പരിചയപ്പെടാം. ചേട്ടാ, എങ്ങനെയാണ് ഈ സത്യ പ്രോഗ്രാമിലേക്ക് എത്തപ്പെട്ടത്? അത് ഇപ്പോൾ ഒരു ചാനൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷോയെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കഥ. പിന്നെ അതിനേക്കാൾ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിനകത്തൂടെ നമ്മൾ ഇത്രയും സുഹൃത്തുക്കളെ എനിക്ക് ആദ്യമായിട്ട് കിട്ടി. കാരണം നമ്മൾ ഏതൊരു സംരംഭമായാലും നമ്മുടെ ഒരു കൂട്ടായ ഒരു പ്രവർത്തനമാണ് നമുക്ക് ആവശ്യം. തീർച്ചയായും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാൻ, തോളോട് ചേർന്ന് നിൽക്കാൻ ആൾക്കാരുള്ളപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ ബലം വേറൊന്നും വേണ്ട. ഇവർ നമുക്ക് കിട്ടിയതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. അത് ഇനിയുള്ള കാലങ്ങളിൽ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ അവസരങ്ങളും, കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അത്രത്തോളം കഴിവുണ്ടായിട്ടും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ ഓരോ ഡയറക്റ്റിന് ഓരോ ഷോട്ട് നോക്കിയാലും അത്രയ്ക്ക് പക്കയായിട്ട് അഭിനയിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇവർക്ക് അതിനുള്ള ഒരു അവസരം നമ്മളെ ഈ ഇതിനകത്ത് കിട്ടുന്നില്ല എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്നുള്ള രീതിയിൽ ഞാൻ ഇവരൊക്കെ മാക്സിമം പ്രൊമോട്ട് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. ഇവർ എന്നോടൊപ്പം കാണുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഉറപ്പായിട്ടും ഓക്കെ, താങ്ക് യു. ഇതൊരു കൂട്ടായ ഒരു പ്രവർത്തനം. ഓക്കെ, എന്തായാലും അതുപോലെ ഇന്ന് നമുക്ക് ഒപ്പം വന്ന് ചേർന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം നമ്മളോടൊപ്പം കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം ഒരു കുടുംബിനിയാണ്. ചിലപ്പോൾ എല്ലാ സാഹചര്യങ്ങളും നമുക്കൊപ്പം വന്ന് ചേരാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നമുക്ക് മനുഷ്യൻ്റെ ഓരോ സാഹചര്യമാണല്ലോ, അത് കാണുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങളെ ഈ സംരംഭം തള്ളു ഫാം എന്ന സംരംഭം ഒരു തള്ളിനേക്കാളും മുകളിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.